നമസ്കാരം, ഞാൻ റജിന ഇസ്മായിൽ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്റർനാഷണൽ കോൺഗ്രസ് ആൻഡ് കൺവെൻഷൻ അസോസിയേഷൻ മിഡിൽ ഈസ്റ്റ് ഉച്ചകോടിക്ക് ആദ്യമായി ബഹ്റൈൻ ആതിഥ്യമരുളുന്നു. എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ സെപ്റ്റംബർ 1-2 തീയതികളിൽ ICCA മിഡിൽ ഈസ്റ്റ് ഉച്ചകോടി 2025 സംഘടിപ്പിക്കുന്നു. മീറ്റിംഗുകളിൽ നിന്നും ഈവന്റ് വ്യവസായത്തിൽ നിന്നുമുള്ള പ്രധാന പ്രാദേശിക അന്തർദേശീയ പങ്കാളികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇന്റർനാഷണൽ കോൺഗ്രസ് ആൻഡ് കൺവെൻഷൻ അസോസിയേഷന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന ഈ ഉച്ചകോടി ആദ്യമായാണ് ബഹ്റൈനിൽ നടക്കുന്നത്. പ്രദേശത്തെ ബിസിനസ് ഇവന്റുകൾക്കുള്ള വളരുന്ന കേന്ദ്രം എന്ന നിലയിൽ രാജ്യത്തിന്റെ തന്ത്രപരമായ സ്ഥാനം ശക്തിപ്പെടുത്തുന്ന കേന്ദ്രീകൃത അജണ്ട ഫോറത്തിൽ നിർണായക വിഷയങ്ങൾ ലക്ഷ്യമിട്ടുള്ള പാനൽ ചർച്ചകൾ, കേസ് സ്റ്റഡീസ്, വർക്ക്ഷോപ്സ്, ഘടനാപരമായ നെറ്റ്വർക്കിംഗ് എന്നിവ ഉണ്ടായിരിക്കും. ബിസിനസ് ഇവന്റ് മേഖലയിലെ സ്ഥാപനപരമായ മികവും നവീകരണവും അംഗീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ICCA മിഡിൽ ഈസ്റ്റ് റെക്കഗ്നിഷൻ അവാർഡ്സും ഉച്ചകോടിയിൽ അവതരിപ്പിക്കും. കൂടാതെ മേഖലയിലുടനീളം മൈസ് മേഖലയുടെ ഭാവി രൂപപ്പെടുത്തുന്ന പങ്കാളികളെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി CEOയും എക്സിബിഷൻ വേൾഡ് ബഹ്റൈൻ ചെയർപേഴ്സണുമായ സാറ അഹമ്മദ് ബുഹ്ജി പറഞ്ഞു. നബിദിനവും വാരാന്ത്യവും ഒരുമിച്ച്, തിരുവോണ ദിവസം ഗൾഫിൽ പൊതു അവധി. നബിദിനവും വാരാന്ത്യ അവധിയും ഒരുമിച്ച് വരുന്നതിനാൽ പ്രവാസികൾക്ക് ഇത്തവണ തിരുവോണ ദിവസം ഗൾഫിൽ പൊതു അവധിയായിരിക്കും. UAEയിൽ 3 ദിവസം വരെയാകും ഓണാവധി. തിരുവോണ ദിവസമായ സെപ്റ്റംബർ 5 വെള്ളിയാഴ്ചയാണ് റബിയുൽ അവൽ 12, അതായത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം. നബിദിനത്തിന് UAEയിൽ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ശനി ഞായർ ദിവസങ്ങളിലെ വാരാന്ത്യ അവധി കൂടി ചേരുമ്പോൾ 3 ദിവസത്തെ പൊതു അവധി ലഭിക്കും. പ്രവേശന ദിനങ്ങൾക്കായി ഒരുങ്ങി ബഹ്റൈൻ സ്കൂളുകൾ. പുതിയ അധ്യയന വർഷത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അറിയിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പൊതുവിദ്യാലയങ്ങൾ പ്രവേശന ദിവസങ്ങൾ സംഘടിപ്പിക്കും. പൊതുവിദ്യാലയങ്ങളിൽ അക്കാഡമിക് മികവ് വളർത്തിയെടുക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉറപ്പാക്കുന്നതിനായി ഡെപ്യൂട്ടി കിങ് ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ തിങ്കളാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ വിദ്യാഭ്യാസ അധികാരികൾക്ക് നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണിത്. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. സുപ്രീം കമ്മിറ്റി ഫോർ ഹജ്ജ് ആൻഡ് ഉംറ സർവീസ് അടുത്ത ബുധനാഴ്ച രജിസ്ട്രേഷൻ ആരംഭിക്കും. ഹജ്ജ് സീസണിനായുള്ള ഒരുക്കങ്ങൾക്കായുള്ള സുപ്രീം കമ്മിറ്റി ഫോർ ഹജ്ജ് ആൻഡ് ഉംറ അഫയേഴ്സ് യോഗം ചേർന്നു. ഹജ്ജ് പ്ലാറ്റ്ഫോം ഇലക്ട്രോണിക് കീ സിസ്റ്റം വഴി സെപ്റ്റംബർ 3 ബുധനാഴ്ച രാവിലെ 9 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്നും 2025 സെപ്റ്റംബർ 16 ചൊവ്വാഴ്ച അർദ്ധരാത്രി വരെ രജിസ്ട്രേഷൻ ലഭ്യമാകുമെന്നും കമ്മിറ്റി അറിയിച്ചു. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും സുഗമമായ സേവനങ്ങൾ ലഭിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഹജ്ജ് പ്ലാറ്റ്ഫോമിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കമ്മിറ്റി അവലോകനം ചെയ്തു. ഹജ്ജ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് പുറമെ ടൂർ ഓപ്പറേറ്റർമാരുടെ ഓഫറുകൾ കാണാനും അവരുടെ അപേക്ഷാ നില ട്രാക്ക് ചെയ്യാനും പ്ലാറ്റ്ഫോം ഉപഭോക്താക്കൾക്ക് സാധിക്കും. അപേക്ഷകർക്ക് സാധുവായ ഒരു ID കാർഡ് ഉണ്ടായിരിക്കണമെന്നും ഒരു അപേക്ഷയിൽ 4 കൂട്ടാളികളെ വരെ ഉൾപ്പെടുത്താമെന്നും കമ്മിറ്റി ഊന്നി പറഞ്ഞു.
US കോൺഗ്രസ് പ്രതിനിധി സംഘത്തെ LMRA സ്വീകരിച്ചു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പ്രവാസി സംരക്ഷണ കേന്ദ്രത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘത്തെ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി സ്വീകരിച്ചു. എല്ലാ കക്ഷികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സുസ്ഥിരമായ തൊഴിൽ അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനുള്ള ബഹ്റൈൻ രാജ്യത്തിന്റെ ശ്രമങ്ങളെക്കുറിച്ചും ഈ മേഖലയിൽ രാജ്യം നടപ്പിലാക്കിയ മുൻനിര സംരംഭങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് വേതന സംരക്ഷണ സംവിധാനം, വ്യക്തിഗതത്തിന് നേരിടുന്നതിനുള്ള റീജിയണൽ സെന്റർ ഫോർ എക്സലൻസും ശേഷി വികസനവും എന്നിവയെക്കുറിച്ചും പ്രതിനിധി സംഘത്തെ വിശദീകരിച്ചു. പ്രതിരോധ പിന്തുണ, നിയമ മാർഗനിർദ്ദേശം, ഇരകൾക്കോ അപകട സാധ്യതയുള്ളവർക്കോ അഭയം എന്നിവയുൾപ്പെടെ സമഗ്രമായ സേവനങ്ങൾ നൽകുന്നതിൽ പ്രവാസി സംരക്ഷണ കേന്ദ്രത്തിന്റെ പങ്കിനെക്കുറിച്ചും പ്രതിനിധി സംഘത്തെ വിശദീകരിച്ചു. ബഹ്റൈൻ കൊല്ലം എക്സ് പ്രവാസി അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ബഹ്റൈനിൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സ്ഥിര താമസമാക്കിയ പ്രവാസികളെ ഏകോപിപ്പിച്ച് കൊല്ലം ജില്ല കേന്ദ്രമാക്കി ബഹ്റൈൻ കൊല്ലം എക്സ് പ്രവാസി അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചു. ബഹ്റൈനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലം പ്രവാസി അസോസിയേഷന്റെ കീഴിലുള്ള പ്രവാസികൾക്കും എക്സ് പ്രവാസികൾക്കും ഗുണകരമായ തരത്തിലായിരിക്കും സംഘടനയുടെ പ്രവർത്തനം. കൊല്ലത്തു നിന്നും ബഹ്റൈനിലേക്ക് പോകുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുക, ബഹ്റൈനിലെ തൊഴിലവസരങ്ങൾ അറിയിക്കുക, ബഹ്റൈനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക, ബഹ്റൈൻ പ്രവാസികളുടെ നാട്ടിലെ കുടുംബത്തിന് ആവശ്യമായ സംരക്ഷണം നൽകുക, ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുക, പ്രവാസി പുനരധിവാസ പദ്ധതികൾ ആവിഷ്കരിക്കുക, കലാ സാഹിത്യ പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവാസി ആനുകൂല്യങ്ങൾ അർഹരായവർക്ക് എത്തിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ് അസോസിയേഷൻ മുൻതൂക്കം നൽകുന്ന പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ദിവസം കൊല്ലം C4U ഹാളിൽ കൂടിയ പ്രഥമ സംഗമത്തിൽ നിരവധി എക്സ് ബഹ്റൈൻ പ്രവാസികൾ പങ്കെടുത്തു. കൊല്ലം പ്രവാസി അസോസിയേഷൻ ബഹ്റൈൻ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ അധ്യക്ഷനായ സംഗമത്തിൽ KPS സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം എക്സ് പ്രവാസി അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് സംസാരിച്ചു. തുടർന്ന് കിഷോർ കുമാർ കൺവീനറായും ഹരി, നാരായണൻ, നിസാമുദ്ദീൻ, അഭിലാഷ്, സജിത് എന്നിവർ കോർഡിനേറ്റർമാരായും ആയിക്കൊണ്ട് 6 മാസത്തേക്കുള്ള അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു. സംഗമത്തിന് കിഷോർ കുമാർ നേതൃത്വം നൽകി. കൊല്ലത്തുള്ള എക്സ് ബഹ്റൈൻ പ്രവാസികൾക്ക് അസോസിയേഷനിൽ ചേർന്ന് പ്രവർത്തിക്കാനും അസോസിയേഷനിൽ അംഗമാകാനും കിഷോർ കുമാർ 9207932778, നാരായണൻ K 9446662002 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഫെഡ് ബഹ്റൈൻ ഈ വർഷത്തെ ഓണാഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. ബഹ്റൈനിലെ എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫെഡ് ബഹ്റൈൻ ഈ വർഷത്തെ ഓണാഘോഷ കമ്മിറ്റി രൂപീകരിച്ചു. പ്രസിഡന്റ് സ്റ്റീവൻസൺ മെൻഡസിന്റെ അധ്യക്ഷതയിൽ BMC ഹാളിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു. കോർ കമ്മിറ്റി കൺവീനർ റോയ് സെബാസ്റ്റ്യൻ, ലേഡീസ് വിംഗ് സെക്രട്ടറി ജിഷ്ണ രഞ്ജിത്ത്, ട്രഷറർ ലതീഷ് മോഹൻ, മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ് ജയൻ, എന്റർടൈൻമെന്റ് സെക്രട്ടറി ഷാജി ജോസഫ് എന്നിവർ ഓണാഘോഷം നടത്തിപ്പിനെ കുറിച്ചും സംസാരിച്ചു. ഓണാഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി ക്ലോഡി ജോഷിയെ തിരഞ്ഞെടുത്തു. ഓണാഘോഷം ഒക്ടോബർ 10 ഗുദൈബിയിലുള്ള സ്വിസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് വിവിധ കലാപരിപാടികളും വിഭവസമൃദ്ധമായ സദ്യയോടും കൂടി നടത്തുവാൻ തീരുമാനിച്ചു. എന്റർടൈൻമെന്റ് പ്രോഗ്രാം കോർഡിനേറ്ററായി ഷാജി ജോസഫ്, ജിഷ്ണ രഞ്ജിത്ത്, ഓണസദ്യ കോർഡിനേറ്റർ ബിനു ശിവൻ, ഗെയിംസ് കോർഡിനേറ്റർ ക്രിസ്റ്റോഫർ, കൂപ്പൺ കോർഡിനേറ്റേഴ്സ് ആയി രഞ്ജിത്ത്, രാജു, ജയകൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ ഓണാഘോഷ പോസ്റ്റർ പ്രസിഡന്റ് സ്റ്റീവൻസൺ, സെക്രട്ടറി സുനിൽ ബാബു എന്നിവർ ചേർന്ന് മുൻ പ്രസിഡന്റ് ശ്രീ രമേശിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. സൗഹൃദോണം 2025 പോസ്റ്റർ പ്രകാശനം ചെയ്തു.
ബഹ്റൈനിലെ അറിയപ്പെടുന്ന സംഘടനയായ കുടുംബ സൗഹൃദ വേദി കിങ്ഡം ഓഫ് ബഹ്റൈന്റെ ഈ വർഷത്തെ ഓണാഘോഷമായ സൗഹൃദോണം 2025 പോസ്റ്റർ പ്രകാശനം കലവറ ഹാളിൽ വെച്ച് സംഘടനയുടെ മുൻ പ്രസിഡന്റും സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ കൂടിയായ ഗണേഷ് കുമാറിന് സെക്രട്ടറി ബോബി പുളിമൂട്ടിൽ പോസ്റ്റർ നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. രക്ഷാധികാരി അജിത് കണ്ണൂർ, ട്രഷറർ മണിക്കുട്ടൻ ജി, ജനറൽ കൺവീനർമാരായ അൻവർ നിലമ്പൂർ, ജയേഷ് താനിക്കൽ, ലേഡീസ് വിംഗ് പ്രസിഡന്റ് കാത്തു സച്ചിൻ ദേവ്, ചാരിറ്റി കൺവീനർ സയ്യിദ് ഹനീഫ്, മെമ്പർഷിപ്പ് സെക്രട്ടറി അജിത് ഷാൻ, അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സായ സിബി കൈതാരത്ത്, ഗോപാലൻ വി സി എന്നിവരോടൊപ്പം ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകരായ രത്നകുമാർ, സുനിൽ ബാബു, തോമസ് ഫിലിപ്പ്, ലിജോ ഫ്രാൻസിസ്, സൂരജ് കെ, ബെവിൻ സുഗതൻ, ശ്രീജേഷ് വഡോർ, ഷക്കീല മുഹമ്മദ്, ദേവി വിദ്യ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സെപ്റ്റംബർ 26 BMC ഹാളിൽ രാവിലെ 10 മുതൽ നടക്കുന്ന ഓണാഘോഷത്തിൽ വിവിധയിനം കലാപരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരിക്കുമെന്ന് സംഘടന ഭാരവാഹികൾ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 34367281 388999576 38424533 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഗോൾഡ് അവാർഡ് കേരള ടൂറിസത്തിന് മന്ത്രി PA മുഹമ്മദ് റിയാസ് അവാർഡ് ഏറ്റുവാങ്ങി. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം നടത്തിയ പരിശ്രമങ്ങൾക്കുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ 2025 ഗോൾഡ് അവാർഡ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഏറ്റുവാങ്ങി. തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള ക്വീൻ ശ്രീഗത്ത് നാഷണൽ കൺവെൻഷൻ സെന്ററിൽ പാറ്റ ട്രാവൽ മാർട്ടിനോടൊപ്പം നടന്ന പാറ്റ ഗോൾഡ് അവാർഡ് 2025 പരിപാടിയിൽ മെക്കാവോ ഗവൺമെന്റ് ടൂറിസം ഓഫീസ് പ്രതിനിധി മരിയ ഹെലന, പാറ്റ ചെയർപേഴ്സൺ പീറ്റർ സെമൻ, പാറ്റ CEO നൂർ അഹമ്മദ് ഹമീദ് എന്നിവരിൽ നിന്നാണ് അവാർഡ് സ്വീകരിച്ചത്. മോസ്റ്റ് എൻഗേജിംഗ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വിഭാഗത്തിലാണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ 2025 ഗോൾഡ് അവാർഡ് ലഭിച്ചത്. ഇന്ത്യൻ ഇറക്കുമതിക്കുള്ള US തീരുവ 50% ആയി ഉയർത്തി. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇരട്ട തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കയിൽ നടപ്പാക്കി. ഇത് ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യൻ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പുതിയ 25% ലെവി വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള 25% താരിഫിലേക്ക് ചേർക്കുന്ന ഈ വർധന ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുന്നതുമായി റിയോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. വസ്ത്രങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, പാദരക്ഷകൾ, കായിക വസ്തുക്കൾ, ഫർണിച്ചർ, രാസവസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ബാധകമാണ്. ഇത് ബ്രസീലിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് ബാധകമാകുന്നതിനേക്കാൾ അമേരിക്ക ചുമത്തിയ ഏറ്റവും ഉയർന്ന താരിഫ് ലെവലുകളിൽ ഒന്നാണ്. ഓണം അവധിക്കായി സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ അടയ്ക്കും. ഓണാവധി സെപ്റ്റംബർ 7 വരെ. സംസ്ഥാനത്തെ സ്കൂളുകൾ ഓണാവധിക്കായി നാളെ അടയ്ക്കും. നാളെ നടക്കുന്ന ഓണാഘോഷങ്ങൾ കഴിഞ്ഞാണ് വിദ്യാലയങ്ങൾ അടയ്ക്കുന്നത്. ഓണാവധി കഴിഞ്ഞ് സെപ്റ്റംബർ 8 വീണ്ടും സ്കൂളുകൾ തുറക്കുക. ഓണാവധി വെട്ടിച്ചുരുക്കാൻ സർക്കാർ നീക്കമെന്ന പ്രചാരണം വ്യാജമാണെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി. സ്കൂളുകളിൽ ഓണപരീക്ഷ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. സ്കൂൾ തുറന്ന് 7 ദിവസത്തിനകം ഓണപരീക്ഷയുടെ ഫലം പ്രഖ്യാപിക്കും. 5 മുതൽ 9 വരെ ക്ലാസുകളിൽ ഓരോ വിഷയത്തിനും 30% മാർക്ക് ലഭിക്കാത്തവർക്ക് അടുത്ത മാസം 2 ആഴ്ച സെഷൻ ക്ലാസ് നടത്തും. കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ലഹരി വ്യാപനം തടയാനുമായി അധ്യാപകർക്ക് 3 തലങ്ങളിലായി കൗൺസിലിംഗ് പരിശീലനം നൽകുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.